നമസ്തേ. കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, യുഗങ്ങളുടെ പഴക്കമുള്ള തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, ശംഭരേശൻ, പരശുരാമൻ, അങ്ങനെ അനവധി ശ്രേഷ്ഠരായ താപസന്മാരുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് തൃച്ചംബരം. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിച്ചു വരാം. തൃച്ചംബരത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃച്ചംബരത്ത് പെരുമാൾ എന്നും കൊട്ടിയൂർ പെരുമാൾ എന്നൊക്കെ പറയുന്നത് പോലെയാണ് തൃച്ചംബരത്ത് പെരുമാൾ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ബാലകൃഷ്ണ പെരുമാൾ എന്നാണ്. ഈ സങ്കേതം ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രം വരുന്നതിന് മുൻപേ ഉത്സവം കഴിഞ്ഞ് ക്ഷേത്രമായ ഭാരതത്തിലെ ഏക ക്ഷേത്രമുണ്ടെങ്കിൽ അത് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. കാരണം ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും വസുദേവർക്കും ദേവകിക്കും ഒക്കെ ബാലരൂപത്തിൽ നൃത്തം കാണിച്ചു കൊടുത്ത പരിപാവനമായ ഒരു സങ്കേതം. ഈ ദേശത്തിൻ്റെ ആദ്യത്തെ പേര് തന്നെ ശംഭരവനം എന്നായിരുന്നു. ശംഭര മഹർഷി തപസ് ചെയ്തതാണ് ഈ സ്ഥലമെന്നും ആ ശംഭരവനം എന്നുള്ളത് ലോപിച്ച് തൃച്ചംബരമായി എന്നും ഐതിഹ്യം പറയപ്പെടുന്നു. ഈ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുൻപ് തന്നെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ഉണ്ടായി എന്നും തൃച്ചംബരത്ത് പെരുമാളെയും തളിപ്പറമ്പ് രാജരാജേശ്വരനും അഭേദ്യമായ ബന്ധമുണ്ട് എന്നും ഇതിൻ്റെ ഐതിഹ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. തൃച്ചംബരത്ത് പെരുമാൾക്ക് ചെറുപ്പമെന്നങ്ങുച്ചേർ വിളിക്കുന്നു ലോകരെല്ലാം, വിശ്വം ചമയ്ക്കുമുടനെ അത് കാത്തഴിക്കും വിശ്വൈകനാഥനു കളിപ്പുര എന്ന പോലെ എന്ന് ഒരു ചൊല്ല് തന്നെ ഈ തൃച്ചംബരത്തെക്കുറിച്ചുണ്ട്. അങ്ങനെ ധാരാളം ഐതിഹ്യമുള്ളതാണ് തൃച്ചംബരത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം.
തൃച്ചംബരത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്താൻ ധാരാളം വഴികളുണ്ടെങ്കിലും കണ്ണൂർ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ണൂരിലേക്ക് തിരിയുമ്പോൾ പൂക്കോത്ത് നടയിൽ നിന്ന് 1 കിലോമീറ്റർ കിഴക്കോട്ടേക്ക് മാറിയാൽ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്താം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തിയാൽ വളരെ ഗ്രാമീണതയും അതുപോലെ തന്നെ ചൈതന്യവത്തുമായ ഒരു വിശിഷ്ടമായ ഒരു സങ്കേതം തന്നെയാണ്, ഒരു വൈകുണ്ഠം തന്നെയാണ്, ഒരു അമ്പാടി തന്നെയാണ്, ഒരു മധുര തന്നെയാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തേക്കാൾ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് മുൻപ് തന്നെ ദുർഗാദേവിയുടെ സങ്കല്പം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ്. അത് സാക്ഷാൽ അമ്മയായാണ്, കൃഷ്ണൻ്റെ മാതൃഭാവത്തിലാണ് ഇവിടുത്തെ ദുർഗാ സങ്കല്പമെന്നും ജനിക്കുന്ന എല്ലാ മക്കളെയും വധിക്കുന്ന സമയത്ത് വീണ്ടും അവതാരമെടുത്തത് ഇവിടെയാണെന്നും ആ ഭാവത്തിൽ ഇവിടെ അമ്മയുടെ സങ്കല്പത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ്റെ മുൻപിൽ അമ്മ ഇരിക്കുന്നത് എന്ന് ഒരു സങ്കല്പം പൂർവീകമായ ഗ്രന്ഥങ്ങളിലൂടെ കാണുന്നു. മറ്റൊരു പ്രത്യേകത, ജലദുർഗ ക്ഷേത്രം കേരളത്തിൽ അപൂർവമാണ്. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ജലത്താൽ ചുറ്റപ്പെട്ടാണ് ദുർഗാദേവി ഇരിക്കുന്നതാണ്. അതിനുമുണ്ടൊരു സങ്കല്പവും ഒരു ഐതിഹ്യവും. നേരത്തെ പറഞ്ഞതുപോലെ ജലദുർഗയാണ്. ഈ ജലദുർഗ അമ്മയുടെ കണ്ണുനീരാണെന്നാണ് സങ്കല്പം. ഒരു മകനെ നഷ്ടപ്പെട്ട കാലഘട്ടത്തിലുണ്ടാകുന്ന ദുഃഖത്തിന് തുല്യമായി കൃഷ്ണ ഭഗവാന്റെ അമ്മയായിട്ടാണ് ഇവിടെ സങ്കല്പമെന്നും മായാദേവിയായിട്ടാണെന്നും ആ മായാദേവിയുടെ കണ്ണുനീരാണ് ഈ ചുറ്റും കാണുന്നത് എന്ന ഒരു സങ്കല്പവും ഇവിടെയുണ്ടത്രേ. നവരാത്രി കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യത്തിൽ അനുഷ്ഠാനം നടക്കുന്ന ഒരു സങ്കേതം കൂടിയാണ് തൃച്ചംബരത്തെ ജലദുർഗ സങ്കല്പത്തിലെ ഈശ്വരീയ പ്രാധാന്യം. നിത്യം നിവേദ്യം അതുപോലെ തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ക്ഷേത്ര സങ്കല്പം കൂടിയാണ് ഈ ജലദുർഗ. ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്ത് കടന്നാൽ തെക്ക് കിഴക്കേ ഭാഗത്ത് പത്മഹസ്തയായ ശ്രീ ഭഗവതിയെ ഭഗവാന് അഭിമുഖമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിനെ പള്ളിയറ അഥവാ മണാട്ടിയകം എന്നാണത്രേ പൂർവികർ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠയെപ്പറ്റി പറഞ്ഞു കേൾക്കുന്നതും ഇപ്രകാരമാണ്. ക്ഷേത്രത്തിലെ ഊരാളന്മാരിൽ ഒരാളായ പാലോറത്ത് പറപ്പൂരില്ലത്തെ ഒരു കന്യക തൃച്ചംബരത്തപ്പനെ നിത്യം തൊഴാറുണ്ടായിരുന്നത്രേ. വിവാഹാലോചനകൾ വന്നപ്പോൾ ഈ കന്യക വിസമ്മതിച്ചുവെന്നും താൻ തൃച്ചംബരത്തപ്പനെ അല്ലാതെ മറ്റാരെയും ഭരിക്കുകയില്ലെന്നും നിശ്ചയിച്ചു. ഭഗവാനെ ധ്യാനിച്ച് ക്ഷേത്രദർശനം ചെയ്തുവെന്നും കന്യകയുടെ ഹിതമനുസരിച്ച് ഭഗവാൻ കന്യകയെ സ്വീകരിച്ചുവെന്നും അതിനുശേഷം ആ കന്യകയെ ഈ ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠിച്ചതായും പറയപ്പെടുന്നു. ശ്രീകോവിലിന് പിൻഭാഗത്ത് ബലഭദ്ര സങ്കല്പത്തിലുള്ള അനന്തശയനമാണ്. ഇവിടെ നിത്യം നിവേദ്യവുമുണ്ടത്രേ.
ശ്രീകോവിലിന് വടക്കുവശത്ത് തെക്കോട്ട് അഭിമുഖമായി വരദാഭയകരനും നിർമാല്യധാരിയുമായ വിശ്വക്സേന പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എന്നും കാലത്ത് നട തുറന്ന ഉടനെ ശ്രീകൃഷ്ണ ഭഗവാന് നിവേദിച്ച വെള്ള നിവേദ്യം അതേ കയ്യോടെ കൊണ്ട് വിശ്വക്സേനന് നിവേദ്യം സമർപ്പിക്കുമത്രേ. നയനമനോഹരങ്ങളായ കൊത്തുപണികളാലും വിചിത്ര വേലകളാലും പരിലസിക്കുന്ന നമസ്കാര മണ്ഡപത്തിൽ തൊട്ടിലിൽ ബാലകൃഷ്ണ പ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്രത്തിനകത്ത് വിളക്കുമാടത്തിനുള്ളിൽ ഉൾച്ചുറ്റമ്പലത്തിൽ തെക്കുവശത്ത് ഒരു തടുപ്പ വിസ്താരത്തിൽ ചെറിയ ജലാശയമുണ്ട്. ദേവകിക്ക് പുത്രദർശനമുണ്ടായപ്പോൾ പാൽ ചുരന്നെന്നും മാറിടം കഴുകാൻ പെട്ടെന്ന് ജലത്തിന് കൈനീട്ടിയപ്പോൾ ഗംഗ അവിടെ എത്തിയെന്നുമാണ് ഐതിഹ്യം. ഇന്നത് കെട്ടി അതുപോലെ സംരക്ഷിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കുണ്ടാകുന്ന സ്തന്യദോഷത്തിനും മറ്റും ഇതിലെ ജലം പരിപാവനമായി വിശ്വസിച്ചുപയോഗിച്ച് ഫലസിദ്ധി വരുന്നുണ്ടെന്ന് ഐതിഹ്യങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദുർഗാ ഭഗവതിയെ കേരളത്തിലെ അപൂർവമുള്ള ജലദുർഗാ ക്ഷേത്രങ്ങളാണ്. അതിലൊന്നാണ് നേരത്തെ പറഞ്ഞ ദുർഗ. ആ ജലദുർഗയെ തൊഴുത് പ്രദക്ഷിണമായി വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ നേരെ മുൻവശത്ത് തന്നെയായി നീരൊഴുക്കും തറ എന്ന് പറഞ്ഞ ഒരു സങ്കല്പസ്ഥാനം നമുക്ക് കാണാം. ജ്യേഷ്ഠാനുജന്മാരെ തിടമ്പ് രൂപത്തിൽ എഴുന്നള്ളിച്ച് മോതിരം വെച്ച് തൊഴുന്ന പരമപ്രധാനമായ ഒരു അനുഷ്ഠാനം നടക്കുന്ന സ്ഥലമാണ് ഈ നീരൊഴുക്കും തറ. ഇവിടെ വെച്ചാണ് ഭക്തന്മാർ മോതിരം വെച്ച് തൊഴുന്നത്. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമാണ് ഈ മോതിരം വെച്ച് തൊഴുക എന്നുള്ള ചടങ്ങ്. അതുതന്നെ സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയും അതുപോലെ കുട്ടികളുടെ യശസ്സിന് വേണ്ടിയുമാണത്രേ ഇവിടെ മോതിരം വെച്ച് തൊഴുന്നത്. അങ്ങനെ പരമപ്രാധാന്യമുള്ള ഒരു സങ്കേതമാണ് നീരൊഴുക്കും തറ. അങ്ങനെ ദുർഗാ ഭഗവതിയെ തൊഴുത് ഇലഞ്ഞിമരത്തെ തൊഴുത് നമ്മൾ പ്രദക്ഷിണമായി വരുമ്പം ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് മാറി പൊൻചെമ്പകത്തറ കാണാം. ദേവകി വസുദേവന്മാർ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടതിന് ശേഷം മോചിതനായതിനു ശേഷം ഭഗവാൻ കൃഷ്ണനെയും ബലരാമനെയും കാണാൻ വേണ്ടി അവരുടെ നൃത്തം കാണാൻ വേണ്ടി ഈ സങ്കേതത്തിൽ വരുമെന്നാണ് ഐതിഹ്യങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പൊൻചെമ്പകത്തറ ഇന്നും അതുപോലെ ഭംഗിയായും പാവനമായും അവിടെ സൂക്ഷിച്ച് സംരക്ഷിച്ച് വെച്ചതായി കാണാം. കൂടാതെ ഉത്സവ കാലഘട്ടത്തിൽ വരുന്ന ചിലവുകൾ പോലും ഇവിടെ ദേവകി വസുദേവരെ കേൾപ്പിക്കണമെന്ന ഒരു ഐതിഹ്യവും പഴമക്കാർ പറയുന്നതായി കേൾക്കുന്നു. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കവലയാപീഠം എന്ന് പറയുന്ന ഗജവീരനെ വധിച്ച സമയത്തുള്ള രൂപവും ധ്യാനവും ഇവിടുത്തെ സമ്പ്രദായത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ആന പ്രവേശിക്കില്ല എന്ന് പറയുന്ന ഐതിഹ്യവും ഈ ക്ഷേത്രത്തിലുണ്ട്. കൂടാതെ ക്ഷേത്രത്തിലേക്ക് ദേവന് നിവേദ്യം കൊടുത്തുകൊണ്ടാണ് രാവിലെ പ്രഭാതത്തിൽ ക്ഷേത്ര നട തുറക്കുന്നത് തന്നെ നിവേദ്യവുമായിട്ടാണെന്നും ശേഷം ആ നിവേദ്യം വിശ്വക്സേനൻ എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിവേദ്യം കൊടുത്തിട്ടാണത്രേ ഇവിടുത്തെ ഒരു ദിവസത്തെ പ്രഭാത അനുഷ്ഠാനങ്ങൾ ആരംഭിക്കുന്നത്. കേരളത്തിൽ ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. അതിനുശേഷമാണത്രേ അഭിഷേകവും മറ്റ് മലർനിവേദ്യവും അനുഷ്ഠാനങ്ങളും ഒക്കെ തൃച്ചംബരത്തെ ശ്രീകൃഷ്ണൻ്റെ നടയിൽ അനുഷ്ഠിക്കപ്പെടുന്നത് എന്നുള്ളത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പ്രത്യേകതയാണ്. തൃച്ചംബരത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് തെക്ക്
കിഴക്ക് ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന ഇലഞ്ഞി മരം കാണാം. ഈ ഇലഞ്ഞി മരത്തിനുമുണ്ടത്ര ഐതിഹ്യം. അത്രിയാശ്രമി ഇവിടെ വന്ന് ഇരുന്നുവെന്നും ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉപാസിച്ച് തപസ് ചെയ്യുന്ന സമയമായിരുന്നുവെന്നും അത്രിയാശ്രമിയുടെ ശരീരത്തിൽ ധാരാളം വ്രണങ്ങൾ ഉണ്ടായിരുന്നെന്നും ആ വ്രണങ്ങൾ ഉണ്ടായ സമയത്ത് ആ വ്രണത്തിലേക്ക് ഇലഞ്ഞി മരത്തിൻ്റെ കായ വീണുവെന്നും അങ്ങനെ വീണ് വേദന വന്നപ്പോൾ അത്രിയാശ്രമി ഭഗവാനോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ എന്നെ വേദനിപ്പിക്കണോ ഭഗവാനെ കൃഷ്ണ എന്ന്. ഭഗവാന്റെ വിളി, ഭക്തൻ്റെ വിളി ഭഗവാൻ കേൾക്കാതിരിക്കില്ല. അങ്ങനെ ഭഗവാൻ ആ വിളി കേട്ടുവന്നു. ഇന്നും ഇലഞ്ഞിമരം പൂക്കുമെങ്കിലും ഇലഞ്ഞിമരം കായ്ക്കാറില്ല എന്നാണ്. കാലങ്ങളും യുഗങ്ങളും കഴിഞ്ഞിട്ടും ആ വൃക്ഷത്തിനെ സംബന്ധിച്ച് വൃക്ഷം എപ്പോഴും അത് പൂക്കുമെങ്കിലും അതിനകത്ത് കായ വിരിയാറില്ല. അത് അന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിച്ചതാണത്രേ. ഇങ്ങനെ ധാരാളം ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഇലഞ്ഞിമര തൊഴുത് പൊൻചെമ്പകത്തറയും തൊഴുത് ക്ഷേത്രത്തിൻ്റെ അഗ്നികോണിലെത്തുമ്പോൾ അവിടെ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പിതൃപിണ്ടക്കുളം കാണാം. പിതരം പ്രീതിമാപന്തേ സർവ്വദേവതാണ. പിതൃക്കൾ പ്രീതിപ്പെട്ടാൽ മാത്രമേ സർവ്വദേവന്മാരും അനുഗ്രഹിക്കപ്പെടൂന്ന. കേരളത്തിലെ നാനാഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല, കാസർഗോഡ് ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ വന്ന് നിത്യം ബലികർമ്മം നടക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് ബലികർമ്മങ്ങൾ നടത്തി പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്ന ഒരു തീർത്ഥസങ്കേതം കൂടിയാണ്. കർക്കിടക വാവിന് ആയിരക്കണക്കിന് ആളുകൾ വന്ന് പിതൃകർമ്മം ചെയ്ത് ബലിയിട്ട് തൃച്ചംബരത്തപ്പനെയും തൊഴുത് പ്രാർത്ഥിച്ചു പോകുന്ന ഭക്തിനിർഭരമായ അനുഷ്ഠാനം നടക്കുന്നൊരു പുണ്യസങ്കേതം കൂടിയാണ് ഈ തീർത്ഥ പിണ്ടക്കുളം എന്ന് പറയുന്ന ഈ സങ്കേതം. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം ധാരാളം ഐതിഹ്യങ്ങളുടെ പെരുമയാണെന്നാണ് പറയുക. ഈ കാണുന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യം അന്യായം പറയുക എന്നാണ്. ഭഗവാനോട് ന്യായമല്ലാത്തത് കണ്ടാൽ ഭഗവാനെ ധരിപ്പിക്കണം. അത് ചെയ്യേണ്ടത് പാരമ്പര്യമായി ചെങ്ങളാവാര്യം തറവാട്ടുകാരാണത്രേ. ആ ചെങ്ങളാവാര്യം തറവാട്ടുകാർ ദേവൻ പുറത്തേക്ക് എഴുന്നള്ളിയാൽ ഇവിടെ നിന്ന് അന്യായം ബോധിപ്പിക്കും. അതിനെ പരമപ്രാധാന്യമുള്ള ഇന്നും ആ തറവാട്ടുകാരാൽ ആ അനുഷ്ഠാനങ്ങൾ വളരെ ഭംഗിയായി ഇവിടെ നടത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ അന്യായം പറയുന്ന സ്ഥലമെന്ന രീതിയിലാണ് ഈ സ്ഥലത്തെ പറയുകയും ചെയ്യുന്നത്. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഉത്സവമാണ്. ആനയില്ലാതെ, അമ്പാരിയില്ലാതെ, വെടിക്കെട്ടില്ലാതെ നടക്കുന്ന ഉത്സവം. മറ്റൊരു പ്രത്യേകത 3 വിധത്തിലുള്ള ഉത്സവമാണ്. അങ്കുരാദി, ധ്വജാദി, പടഹാദി. ഈ 3 വിധത്തിലുള്ള ഉത്സവവും നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളെ നമ്മുടെ കേരളത്തിലുള്ളൂ. അതിൽ വടക്കേ മലബാറിൽ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. കുംഭമാസം 22-ാം തീയതി മഴൂരപ്പനെയും കാത്ത് ഉച്ചക്ക് 1 മണിയോടുകൂടി കൊടിയേറും. ആ കൊടിയേറി കഴിഞ്ഞാൽ പിന്നീട് ജ്യേഷ്ഠ സഹോദരനെ കാത്തു നിന്നുകൊണ്ട് എല്ലാ നിത്യനിദാനങ്ങൾ മുഴുവൻ അവിടെ നിർത്തി പിന്നെ ജ്യേഷ്ഠൻ വന്നാലേ ഇവിടെ മറ്റ് അനുഷ്ഠാനങ്ങളുള്ളൂ. എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവ കാലഘട്ടത്തിൽ ദീപമാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ പന്തമാണ്. ഈ പന്തം എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള വിശേഷപ്പെട്ട താറ്റിയോട്ട്, ചെങ്ങളാമഠം, തേർമഠം ഇങ്ങനെയുള്ള വാര്യങ്ങളിൽ നിന്നാണ് ഇവിടെ പന്തമെടുക്കുന്നത്. 1-ാമത്തെ ദിവസം ഒരു പന്തം തുടങ്ങി 20ഓളം പന്തങ്ങൾ ഭഗവാന്റെ 2 ഭാഗങ്ങളിലുമായി
ഈ വാര്യർ വിഭാഗത്തിൽപ്പെട്ടവർ പന്തമെടുത്തുകൊണ്ടാണ് ഈ ഉത്സവം ഭഗവാനെ പുറത്തെഴുന്നള്ളിക്കുന്നതും അതുപോലെ അകത്ത് എഴുന്നള്ളിക്കുന്നതും. തിടമ്പ് നൃത്തത്തിൻ്റെ ആരംഭം കേരളത്തിൽ ഈ ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ കിട്ടുന്ന മാലകൾക്ക് പോലും ഉണ്ടത്രേ ധാരാളം പ്രത്യേകതകൾ. മിന്നി, അതുപോലെ മടി, ഇങ്ങനെ മുഖം, ഇങ്ങനെ ധാരാളം മാലകൾ കെട്ടിയാണ് തൃച്ചംബരത്തപ്പനെയും മഴൂരപ്പനെയും വാര്യർ വിഭാഗക്കാർ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് എന്നതും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.